ഉച്ചവെയിൽ കത്തി നിൽക്കുമ്പോൾ ആരംഭം കുറിക്കുന്ന പെരുവനം പൂരത്തിൻ്റെ പിഷാരിക്കൽ ഭഗവതിയുടെ വരവ്, കൂടെ ലോകപ്രശസ്തമായ ചാത്തക്കുടം ശാസ്താവിൻ്റെ വരവ്. പൂരരാവ് പുലർന്നതിന് ശേഷവും ചാത്തക്കുടം ശാസ്താവ് പോവാതെ കടവിൽ ഇരിപ്പാണ്. ചേർപ്പ് അയ്യുന്നു ഭഗവതികളുടെ ഇറക്കപ്പൂരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചാത്തക്കുടം ശാസ്താവ് തിരിച്ച് എഴുന്നള്ളുന്നത്. രാജ്യഭരണ ജനാധിപത്യ കാലങ്ങളെ എങ്ങനെ വിലയിരുത്താമെന്ന് ഹരിയേട്ടൻ്റെ വാക്കുകളിലൂടെ കേൾക്കാം. പരിഷ്കരണ നിയമത്തിന് ശേഷം പൂരങ്ങൾ അതുപോലെ തന്നെ നടക്കാത്തൊരവസ്ഥ വരികയും ചെറുതായി പോവുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു കഥ ഹരിയേട്ടൻ തന്നെ നമ്മളെ അടുത്ത് പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അന്ന് കണ്ട ഒരു പൂരവും ഇന്നിപ്പോൾ നിൽക്കുന്ന ഒരു പൂരവും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെ നമുക്ക് അതൊന്ന് പറയാൻ പറ്റും? അന്ന് കുറച്ച് ഓർത്തഡോക്സ് ആയിരുന്നു, ഇന്നതാ അല്ല, ജനകീയമുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഇന്നിപ്പോ എന്റെ ശാസ്താവെന്ന് എല്ലാവർക്കും തോന്നുന്നു, മറ്റും മനക്കര ശാസ്താവ്, മനക്കര അമ്പലം, ആ ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പോൾ പിന്നെ അവർ നടത്തുമ്പോൾ അവരുടേതായ ഏകപക്ഷീയ തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഒരു ജനകീയ ഉത്സവമായിട്ട് മാറുന്നത് ഒരു 70-ന് ശേഷമാണ്. പിഷാരിക്കൽ ഭഗവതി പെരുവനം നടവഴിയിലേക്ക് പെരുവനം ചിറയിലൂടെ ഒരു കാലത്ത് അധികം പേരൊന്നുമില്ലായിരുന്ന പൂരമായിരുന്നു പിഷാരിക്കൽ ഭഗവതിയുടെ എഴുന്നള്ളത്ത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വിപുലമായ പൂരമാണ് നടക്കുന്നത്. എല്ലാവിധ ആഘോഷങ്ങളും അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന ഒരു പുതിയ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. DSLRൻ്റെ വരവോടുകൂടിയായിരിക്കും പൂരം ഇത്രമേൽ ജനകീയമായത്. DSLR മാത്രമല്ല, ഫേസ്ബുക്കും വാട്സപ്പും ഇൻ്റർനെറ്റും ഇതിൻ്റെയൊക്കെ സ്വാധീനം ഈ പൂരത്തിനെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. തൃശ്ശൂർ പൂരം ലോകശ്രദ്ധയിലേക്ക് വരുന്നതിന് ഏറ്റവും പ്രധാന കാരണം ദൂരദർശൻ ആദ്യമായി കൊടുത്ത ലൈവായിരുന്നു. അന്ന് അനലോഗ് ടെക്നോളജി മാത്രമുള്ള ഒരു കാലത്ത് ദൂരദർശൻ അതിൽ നിന്ന് മുതിർന്നത് കൊണ്ടാണ് നമുക്കറിയാം പൂരം ലോകശ്രദ്ധയിലേക്ക് വന്നത്. നമ്മളോട് ഹരിയേട്ടൻ പറഞ്ഞ ഏറ്റവും സാധാരണമായൊരു ഉദാഹരണം, ശാസ്താവ് നമ്മുടെയാണ്. എൻ്റെ ശാസ്താവ് എന്നുള്ള വിളി വന്നതോടുകൂടിയുള്ളൊരു ഏറ്റവും പ്രധാന മാറ്റം ഈ ജനകീയതയാണ്. ഇത്രയും സമ്പന്നമായിരുന്നില്ല പോയ കാലത്ത് പൂരത്തിൻ്റെ കാഴ്ചകൾ എന്ന് നിസ്സംശയം ഹരിയേട്ടൻ്റെ വാക്കുകളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇത്ര നേരത്തെ പോലും ഇത്രയും ജനനിബിഡമായ നടവഴി, പൂരം ജനിച്ച നടവഴി, ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് ചേർപ്പ് ഭഗവതിക്ക് വേണ്ടിയിട്ട് ആനയുടെ നെറ്റിപ്പട്ടം, കോലം ഒക്കെ വന്നത്. മേളം, പഞ്ചാരി ജനിച്ചത് ഇവിടെയാണെന്നാണ്. അങ്ങനെ വേണ്ട, പൂരം ജനിച്ച വഴി എന്നുള്ളത് അതിൻ്റെ കാഴ്ചകൾ അത്രമേൽ സമ്പന്നമാണ്. പിഷാരിക്കൽ ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് കയറി പോവാണ്. നമുക്കിനി ലോകപ്രശസ്തമായ പെരുവനം പൂരത്തിൻ്റെ ചിത്രം വരുന്ന ഒരു കാഴ്ചയുണ്ട്. പെരുവനം ചിറയിലൂടെ സന്ധ്യയ്ക്ക് ചാത്തക്കുടം ശാസ്താവിൻ്റെ പ്രൗഢഗംഭീരമായ എഴുന്നള്ളിപ്പ്, ആ കാഴ്ചയിലേക്ക് പോവാം. സുഹൃത്ത് ബ്രിജേഷും കൂടി ഉണ്ടായിരുന്നു. അങ്ങകലെ നറുകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ആ വഴിയിലൂടെ, പാരമ്പര്യ വഴിയിലൂടെ ചാത്തക്കുടം ശാസ്താവ് വന്ന് കടവിലിറങ്ങി അവിടെ നിന്ന് കോലം മാറി, ആന മാറിയതിന് ശേഷമാണ് അവിടെ നിന്നുള്ള എഴുന്നള്ളത്ത് തുടങ്ങുക.
ലോകപ്രശസ്തമായ കാഴ്ചയുടെ ഏറ്റവും സുന്ദര കാഴ്ച, മലയാളി മറക്കാത്ത കേരളത്തിൻ്റെ പൂരഭ്രമത്തിൻ്റെ ഏറ്റവും പ്രധാന കാഴ്ചയാണ് ഈ ഒരു എഴുന്നള്ളിപ്പ്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഈ ഒരു എഴുന്നള്ളിപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ വരുന്നത്. അവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള മികച്ച ചിത്രങ്ങൾ എല്ലാവർക്കും കിട്ടണു എന്നുള്ളത് തന്നെയാണ് അടുത്ത വർഷവും പിന്നത്തെ വർഷവും ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൂടി ക്യാമറമാൻമാർ വരുന്നതും അതൊരു പുതിയ ആചാരമായി മാറുന്നതും നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും പെരുവനം പൂരത്തിൻ്റെ മുഴുവൻ കാഴ്ചകളും ഞാൻ പകർത്തുന്നില്ല. ചാത്തകുളം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് തുടങ്ങുന്ന ഒരു ഭാഗം അത്രയും ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ചേർപ്പ് ഭഗവതിയുടെ അയ്യുന്ന് ഭഗവതിയുടെയും കൂടി ഇറക്കപ്പൂരം ത്തോടുകൂടിയാണ് പെരുവനം പൂരം അവസാനിക്കുന്നത്. ഈ 2 കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള നിരവധിയായ ഇറക്ക കയറ്റങ്ങൾ, അമ്പലത്തിൻ്റെ പെരുവനം അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള വിളക്കാചാരം, ഇതൊന്നും ഞാൻ കാണിക്കില്ല. അതിൻ്റെ ഉപചാരങ്ങളുണ്ട്, ഇതൊന്നും ഇതിൻ്റെ ഭാഗമല്ല. ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ എങ്കിലും ഈ കണ്ട കാഴ്ചകൾ ഞാൻ വീഡിയോയിലാക്കണു എന്ന് മാത്രം. പെരുവനം സതീശന്മാരാണ് നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന പെരുവനം സതീശേട്ടനാണ് 25 വർഷമായിട്ട് ചാത്തക്കുളത്തിൻ്റെ മേളപ്രമാണി. സതീശൻ്റെ മകനായ യദു, അദ്ദേഹത്തിൻ്റെ നടത്തം പോലും ഇവിടെ ഈ ഒരു ഫോട്ടോന് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്, ഈ ഒരു കാഴ്ചയ്ക്ക് മിഴിവ് പകരുന്നതാണെന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തി ആവില്ല. നമുക്കറിയുന്ന പോലെ തന്നെ ഹരിവാരര പന്തം, ഈ നിൽക്കുന്ന ഓരോരുത്തരും ഈ ഫ്രെയിമിന് തികഞ്ഞവരാണ്. ബാക്കിലുള്ളവർ മുഴുവൻ ക്യാമറമാൻമാരോ അത് കാണാൻ വന്നവരോ ആയിട്ടുള്ള പുറമെ ദേശക്കാരാണ്. പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ ഇങ്ങനൊരു ആചാരം തുടങ്ങി വയ്ക്കാനായിട്ട് കാരണക്കാരനായത് ഹരിദാസ് പാങ്ങായിൽ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ് ഹരിദാസ് ഏട്ടൻ. അദ്ദേഹത്തിൻ്റെ മിഴിവാർന്ന ചിത്രങ്ങളാണ് ഈ വന്ന ആളുകളെ മുഴുവൻ ഇവിടെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള നന്ദി അത് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നത് തന്നെ ഒരു ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ലോക കാഴ്ചയ്ക്ക് മുമ്പിൽ കേരളത്തിൻ്റെ തനതായ, കേരളത്തിൻ്റെ മനോഹരമായൊരു കാഴ്ചയെ കൊണ്ട് എത്തിച്ചതിന് ഹരിദാസേട്ടനോട് എങ്ങനെ നന്ദി പറയുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നിഴൽ വിരിക്കുന്ന ഈ തൊടുകുളത്തിൻ്റെ കാഴ്ചകൾക്കപ്പുറം ഇനി ഒരു സ്ഥലം കൂടി കാണാം, സ്രാമ്പി. സ്രാമ്പി എന്നുള്ളത് ഔട്ട് ഹൗസാണ് പേര് വരുന്നത്. അത് കൊച്ചി രാജാവ് പണ്ട് പൂരം കാണാനായി പണി കഴിപ്പിച്ചതാണ് എന്നാണ് അറിവ്. ചാത്തക്കുളത്തിൻ്റെ പൂരം ആരംഭിക്കുന്നത് സ്രാമ്പിയുടെ മുമ്പിൽ നിന്നാണ്. മൂന്നാനയ്ക്ക് അവിടെ നിന്ന് ആരംഭിക്കുന്ന പൂരമാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നുള്ള ചെറിയൊരു വ്യൂ കൂടി കാണാം. നമ്മുടെ സുഹൃത്ത് ദിനേശ് ചേട്ടൻ്റെയാണ് ആ സ്ഥലം. അമ്മ തിരുവടിയും ചാത്തക്കുളം ശാസ്താവിൻ്റെയും പഞ്ചാരിയുടെ വീഡിയോ ഹരി എനിക്ക് അയച്ചു തന്നതാണ്. വിളക്കാചാരം കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുലർച്ചെ ഉള്ള എഴുന്നള്ളത്തിലേക്ക് എത്താം.
നെട്ടിശ്ശേരി ശാസ്താവിൻ്റെ നെടുനായകത്വത്തിൽ പെരുവനം ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന വിളക്കാചാരമാണ്. നേരം പുലരുമ്പോൾ പെരുവനം നടവഴിയിൽ ചേർപ്പ് ഭഗവതിയും അയ്യൂന്ന് ഭഗവതിയുടെയും ഇറക്കപ്പൂരം. ആ നേരത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. സാധാരണ ഈ നേരത്ത് ഞാൻ ഇനിയും വരാറുണ്ട്. കാഴ്ചകളെ സുന്ദരമായി വീഡിയോയിലാക്കാവുന്ന, ചിത്രങ്ങളിലാക്കാവുന്ന ഒരു അപൂർവ അവസരമാണ്. ഈ മേളം തീരുന്നവരെ ചാത്തകുടം ശാസ്താവ് തൊടുകുളത്തിൽ കടവിലുണ്ടാവും. നമുക്ക് ചാത്തകുടം ശാസ്താവിനെ കണ്ടിട്ട് വരാം. അപ്പോഴേക്കും ഇവിടെ മേളം അവസാനിക്കാം. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ ശാസ്താവിൻ്റെ പോലെ സാന്നിധ്യമായ ഒരാളുണ്ട്. അത് ഹരിയേട്ടനാണ്. ശാസ്താവിന് മുമ്പിൽ വർഷങ്ങളായി വിളക്ക് പിടിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിനോട് ചോദിക്കാം പോയ കാല പൂരവും. നിയമത്തിന് ശേഷം പൂരങ്ങൾ അതുപോലെ തന്നെ നടക്കാത്തൊരവസ്ഥ വരികയും ചെറുതായി പോവുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു കഥ ഹരിയേട്ടൻ തന്നെ നമ്മളടുത്ത് പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അന്ന് കണ്ട ഒരു പൂരവും ഇന്നിപ്പോൾ നിൽക്കുന്ന ഒരു പൂരവും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെ നമുക്ക് അതൊന്ന് പറയാൻ പറ്റും? അന്ന് കുറച്ച് ഓർത്തഡോക്സ് ആയിരുന്നു, ഇന്നതാ അല്ല, ജനകീയമായിട്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്നിപ്പോൾ എൻ്റെ ശാസ്താവെന്ന് എല്ലാവർക്കും തോന്നുന്നു. മറ്റും മനക്കര ശാസ്താവ്, മനക്കര അമ്പലം, ആ ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പോൾ പിന്നെ അവർ നടത്തുമ്പോൾ അവരുടേതായ ഏകപക്ഷീയ തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഒരു ജനകീയ ഉത്സവമായിട്ട് മാറുന്നത് ഒരു 70-ന് ശേഷമാണ്. 70-കളിലെ തുടക്കത്തിലൊക്കെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കുറച്ചു പേരൊക്കെ ആയിട്ട് പൂരം നടത്തിയ കാലുണ്ടല്ലേ? അല്ല, പൂരങ്ങളെല്ലാം ചടങ്ങുകൾ മാത്രം ലോപിച്ചു. അതായത് ഇപ്പൊ 7 ആനയുള്ളത് ഒരാനയായിട്ടെങ്കിലും ആ ചടങ്ങുകൾ നടത്തി പോയിരുന്നുണ്ട്. പിന്നീട് ഒരു 2000-ന് ശേഷമാണ് ഒന്ന് വിപുലമായി തുടങ്ങിയത്. അതെ, അത്രയും. ഇപ്പോ എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തിരക്കൊന്ന ഇപ്പൊ ഒരു എന്താ പറയാ, മറ്റുള്ള ഈ മേളം കൊട്ടാനും നമുക്ക് ഓരോ പൊസിഷനിലും ഇപ്പോൾ പെരുവനം നടവയിലൊക്കെ നമുക്ക് ഓരോ കാലങ്ങൾക്ക് ഓരോ സ്ഥാനങ്ങളും ഓരോ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്.
ഇപ്പൊ അവിടേക്കൊന്നും എത്തിപ്പെടാൻ സാധിക്കില്ല പേർക്ക് കാരണം. ഇപ്പൊ എവിടെ എത്തിക്കുക അവിടെ അവസാനിപ്പിക്കുക. ചാത്തക്കുടം ശാസ്താവാണ് പൂരത്തിന്റെ ആചാരത്തിന്റെയും ചടങ്ങിന്റെയും പേരിൽ ഏറ്റവും അധികം യാത്ര ചെയ്യുന്നത്. ആ യാത്രയെ കുറിച്ച് ഹരിയേട്ടനോട് ചോദിച്ചാൽ ഏറ്റവും അകലെ പോകുന്നത് നമ്മള് മരത്താക്കര, ആയപ്പുഴം, പിന്നെ ഗ്രാമബലി എന്ന് പറഞ്ഞാൽ കാലത്ത് സന്ധ്യയ്ക്ക് ഉത്രം നാളിൽ വൈകിട്ട് തിരുവള്ളക്കാവിൽ പോയി അവിടുന്ന് ശാസ്താവിനെ എഴുന്നള്ളിച്ച് ചാത്തകുടത്ത് വരെയും ശിവേലിയും മറ്റുള്ള പൂജാ ചടങ്ങുകൾ നടത്തി വീണ്ടും ഗ്രാമത്തിലേക്ക് നടത്തി പെരുവനത്ത് വന്ന് അവസാനിപ്പിക്കുക എന്നുള്ള അതൊരു നല്ല യാത്രയാണ്. അത് ഗ്രാമബലി രാത്രിയാണ് അല്ലേ? രാത്രിയാണ്. ആ സന്ധ്യയ്ക്ക് 6 മണിക്ക് തിരുവള്ളക്കാവിൽ തുടങ്ങി കഴിഞ്ഞാൽ ചാത്തകുടത്ത് സ്റ്റാർട്ട് ചെയ്ത് തിരുവള്ളക്കാവിൽ പോയി തിരിച്ച് ചാത്തകുടത്ത് വന്ന് വീണ്ടും പെരുവനത്ത് രാത്രി എത്തണം. ആ അപ്പൊ അത് പെരുവന മാറാട്ടുപുഴ പൂരങ്ങളിലെ വിപുലമായ ചടങ്ങുകളെ കുറിച്ച് പറഞ്ഞാലും കേട്ടാലും തീരാത്തത്ര കഥകളുണ്ട്. ചാത്തകുട ശാസ്താവ് പൂരം കഴിഞ്ഞതിന് ശേഷം, എല്ലാവരുടെയും പൂരം കഴിഞ്ഞതിന് ശേഷം എഴുന്നള്ളാണ്. ചാത്തകുട ശാസ്താവിൻ്റെ യാത്രയ്ക്ക് പുറകെ നമുക്ക് പെരുവനം കുട്ടേട്ടൻ പൂരം കൊട്ടിവെക്കുന്നത് ഒന്ന് വീഡിയോ എടുക്കാം. അപൂർവമായ ഒരു ചടങ്ങാണ്. വലിയ പൂരങ്ങളാണ് കൊട്ടിവെക്കുക എന്ന് പറയുന്നത്. നറുകുളങ്ങര പാടവരമ്പിലൂടെ ഇന്നലെ വന്ന വരവ് ഇന്ന് തിരിച്ചു പോകുന്നത് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലേക്കാണ് ചാത്തക്കുടം ശാസ്താവ്. വിശ്വപ്രസിദ്ധമായ പെരുവനം പൂരം ഇവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇനി ആറാട്ടുണ്ട്, ഉപചാരങ്ങളുണ്ട്. തൽക്കാലം ഇവിടെ ഇതുമാത്രമേ ഞാൻ വീഡിയോയിലാക്കുന്നുള്ളൂ. പൂരം മുഴുവനായ വീഡിയോ ആക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും നടക്കുന്ന കാര്യമില്ല. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പൂരം കുട്ടിവെക്കുന്ന കാഴ്ച. പെരുവനം പൂരത്തിൻ്റെ നടവഴിയിലെ ഔദ്യോഗിക ചടങ്ങുകൾ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആറാട്ടിനായിട്ട് തൊടുകുളത്തിലേക്ക് അയ്യൊന്ന് ഭഗവതിയും ചേർപ്പ് ഭഗവതിയും കൂടി എഴുന്നള്ളാണ്. ഇനി ആരും ഇവിടെ ബാക്കിയില്ല.
നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരു വട്ടം കൂടി നന്ദി, നമസ്കാരം.